ഹലോ, ഗുഡ് ഈവനിങ്. ടൺ കണക്കിന് ലവും ടൺ കണക്കിന് റൊമാൻസുമായി ലവ് FM 94.3 ഇത് ലവ് ബൈറ്റ്സ്. ഞാൻ റീനു. ഹിന്ദി കമ്പനിയിൽ സുമിത്ത് പലപ്പോഴും ഫ്രണ്ട്ഷിപ്പിനെയും ലവിനെയും കണക്ട് ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഒരു കണക്ഷൻ പറയാനുണ്ട്. അവർ രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. ചെറിയ കുട്ടികളായിരുന്നപ്പോഴേ അവർ ഒരുമിച്ചായിരുന്നു. അവർ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവൾ കുറച്ച് നാളത്തേക്ക് മാറി നിന്നു അവൻ്റെ അടുത്തുനിന്ന്. ആ സമയത്ത് അവന് മനസ്സിലായി ഇവന് അവളോട് പ്രണയമാണ്. തുറന്നു പറയാൻ തന്നെ അവനിരുന്ന്. പക്ഷെ ആ സമയത്തേക്ക് ഒരു വില്ലൻ അവരുടെ ഇടയിലേക്ക് കടന്നു വന്നു. അവന് ഇഷ്ടം പറയാൻ പറ്റില്ല. എന്തായാലും കഥയുടെ അവസാനത്തില് ഈ ഫ്രണ്ട്സ് ലവേഴ്സായി മാറുക. ഫ്രണ്ട്ഷിപ്പിനും ലവിനും ഇടയിൽ ശരിക്കും ഒരു തിൻ ലൈനേ ഉള്ളൂ. അത് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് നമ്മുടെ താല്പര്യവും നമ്മുടെ ഇഷ്ടം അനുസരിച്ചിരിക്കും, അല്ലേ? എന്നാൽ ഒന്ന് ഉറപ്പിച്ച് പറയാം, ഫ്രണ്ട്ഷിപ്പ് ഇല്ലാതെ അവിടെ ലവ് ഇല്ല. സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും കാണും ഒരു ഗ്യാങ്. പണ്ടാണെങ്കിൽ ഒരു ഗ്യാങ്ങിൽ ആൺകുട്ടികൾ മാത്രം, അല്ലെങ്കിൽ പെൺകുട്ടികൾ മാത്രം. ഇപ്പൊ പക്ഷെ ജെൻഡർ ബേസിസ് ഒന്നും ഇല്ലല്ലോ. ഈ ഗ്യാങ്ങുകളിൽ നമ്മളെല്ലാ കുസൃതിത്തരം ഒപ്പിക്കും. വളരെ ഓപ്പൺ ആയിരിക്കും. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കെയർ ചെയ്യും. ഒരു ചെറിയ പ്രശ്നം ഉണ്ടായപ്പോലും എല്ലാവരും ഓടിയെത്തും. അതിലെല്ലാവരോടും നമുക്ക് ഒരുപോലെയാണോ ഫീലിങ്സ്? അങ്ങനെയാണെങ്കിൽ സാരമില്ലായിരുന്നു. പലപ്പോഴും അതിൽ കപ്പിൾസ് കാണും. അതും സാരമില്ല. ഒരു വൺ വേ ലവ് തോന്നിയാലോ? ഇവിടെയാണ് പ്രശ്നം. തുറന്നു പറയാനായിട്ട് ഭയങ്കര പേടിയായിരിക്കും. പേടി എന്താ? അവനെങ്ങാനും വേണ്ടെന്ന് പറഞ്ഞാലോ ഒന്ന്. ഈ ഒരൊറ്റ കാരണം മതിയായിരിക്കുവേ ആ ഒരു ഫുൾ ഗ്യാങ് സ്പ്ലിറ്റായി പോകാനായിട്ട്. സോ പലരും ഈ ഇഷ്ടം മനസ്സിൽ തന്നെ ഒളിപ്പിച്ചു വെക്കും. അങ്ങനെ ഒരു നല്ല റിലേഷൻഷിപ്പിനുള്ള ചാൻസ് ഇല്ലേ, അത് നഷ്ടപ്പെടുത്തും. ക്ലബ് FMലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു ഒരു കാര്യം പറയട്ടെ. ഇങ്ങനെ പറയാതെ അതൊരു നഷ്ടപ്രണയമാക്കി കളയുന്നതിനേക്കാളും നല്ലത് തുറന്നു പറഞ്ഞ് ഒരു ചാൻസ് എടുക്കുമല്ലേ. എല്ലാ ദിവസവും കാണും, എപ്പോഴും കൂടെയുണ്ട്. എന്ത് ടെൻഷൻ വന്നാലും അയാളുടെ അടുത്തേക്ക് ഓടിച്ചെല്ലാം. ഇങ്ങനെയാ ഒരു ഫ്രണ്ട്. ഇത്തരത്തിലുള്ള ഒരാളോട് പ്രണയം തോന്നാൻ എളുപ്പമാണോ? ചോദിക്കുകയേ വേണ്ട. ക്ലബ് FMലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു പറയുന്നു, ഇത്തരത്തിലുള്ള ഒരാളോടാ നമുക്ക് എപ്പോഴും പ്രണയം തോന്നുക. കൂടെ ചിരിച്ചു കളിക്കുന്ന ആളുകളെല്ലാവർക്കും ഇഷ്ടമാണ്. എന്നാൽ നമുക്കൊരു ഇമോഷണൽ സപ്പോർട്ടിന്റെ ആവശ്യം വരുമ്പോൾ കൂടെ ഉണ്ടായിരിക്കുന്ന ഒരാളില്ലേ, അയാളോട് നമുക്കൊരു പ്രത്യേക ഇഷ്ടം തോന്നും. സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോൾ കൂടുതലായിട്ടും ഇങ്ങനെ വരുന്ന നമ്മുടെ ഫ്രണ്ട്സ് തന്നെ ആയിരിക്കുകയും ചെയ്യും. അങ്ങനെയാണ് പല ക്ലാസ്സുകളിലും പ്രണയങ്ങളും മുട്ടിടുന്നത്. ഫേസ്ബുക്കിൽ ക്ലബ് FM കോൺടെസ്റ്റ് പേജിൽ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പ്രണയം തോന്നിയിട്ടുണ്ടോ? ഉത്തരം ഒന്ന് പോസ്റ്റ് ചെയ്യോ? അറിയാനായിട്ട് എനിക്ക് ആകാംക്ഷയുണ്ടെന്നേ. ഒട്ടും വിചാരിക്കാത്ത ചിലരോട് നമുക്ക് പ്രണയം തോന്നാം. അല്ലെങ്കിൽ എന്നൊന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളോട് നമ്മൾ അറിയാതൊരിഷ്ടം. എന്ത് തന്നെയാണെങ്കിലും ഇഷ്ടമല്ലേ? ക്ലബ് FMലെ ലവ് ബൈറ്റ്സിൽ കൂടെ അങ്ങനെ ഒരു ഇഷ്ടം പറയാനായിട്ട് ഇന്ന് എത്തിയിരിക്കുന്ന ആള്, അഗെയിൻ പേര് പറയത്തില്ല, ഇഷ്ടം കേൾക്കാം. ഞാൻ ആദ്യമായിട്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. ഞാനാണ് അത് എല്ലാ ദിവസവും ഈവനിങ് സ്കൂൾ വിട്ടിരുമ്പോൾ അവൾ എന്റെ വീട്ടിൽ ഫ്രണ്ടിലൂടെ പാസ് ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ കാണാറുണ്ട്. അവളെ ഞാൻ സുന്ദരി ആയതുകൊണ്ടാണ് എനിക്ക് അവളോട് ഇഷ്ടം. സ്കൂൾ വിട്ട് വരുമ്പോ ഞാൻ മെയിനായിട്ട് ജനലിന്റെ വാതിൽ തന്നെ കുട്ടി എന്റെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ പാസ് ചെയ്യുന്നത്. സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ജനലിന്റെ ഫ്രണ്ടിൽ നിന്ന് അവളുടെ ഒരു പരിപാടീസ് ആയിരുന്നു. ദെൻ അത് ഡെയിലി ആയി, ദെൻ മന്ത്ലി ആയി, ഇയർലി ആയി. അങ്ങനെ ഇങ്ങനെ ഒടുവില് പറയാനൊന്നും പറ്റില്ല. ജസ്റ്റ് ടോക്കിയാനായിട്ട് പ്രിപ്പയർ ഒക്കെ ചെയ്ത് പുറത്തെ വീടിന് പുറത്തേക്ക് ഇറങ്ങി. ഇതൊക്കെ തന്നെയായിരുന്നു പരിപാടി. ഇത് തുടർന്നുകൊണ്ടിരിക്കും. 56070 മെസ്സേജ് അയക്കേണ്ടത്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇഷ്ടം പറയണമെങ്കിൽ ഫോമാറ്റ് ക്ലബ് FM സ്പേസ് നിങ്ങളുടെ പേര്, കൂടെ ഞാനാണ് റീനു.